പ്രതിഷേധമാണ് കോൺഗ്രസിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതാണ് ശ്രീ PM നിയാസിന്റെ വാക്കുകൾ. ഇതിൽ സന്തോഷിക്കുന്നത്, ഈ നിയമനത്തിൽ സന്തോഷിക്കുന്നത് BJP ആണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വാർഡ് വിഭജനം വരുന്നു, മണ്ഡല വിഭജനം വരുന്നു, ആ സമയത്ത് അതിൽ അഡ്വാൻറ്റേജ് BJP എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും, അതിനുവേണ്ടിയാണ് ഈ നിയമനമെന്ന്. പക്ഷേ BD സതീശൻ മുഖ്യമന്ത്രി ഇതിന് കൂട്ടുനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നിയാസ് പറയുന്നു ഇത് 30 വർഷത്തോളം കോൺഗ്രസ് പാർട്ടിയെയും മുന്നണിയെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്നായിരിക്കുമെന്ന്. ശ്യാംരാജ്, ശ്രീ മഞ്ജുഷ്, കേരള രാഷ്ട്രീയത്തിൽ ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ കിങ് മേക്കേഴ്സ് ആയിട്ട് ഞങ്ങൾ മാറിയല്ലോ എന്ന് പറയുന്നത് എന്തായാലും നന്നായി. എനിക്ക് എക്കോ കേൾക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത്. കാരണം കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നത് UDF ആയിരുന്നു. ഇന്നിപ്പോ UDF ഭരിക്കുമ്പോഴത്തേക്ക് ഇതേ ആരോപണം LDF അതോടൊപ്പം തന്നെ അവർക്കുള്ളിൽ നിന്ന് തന്നെ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഈ 3 MLA മാരും കഴിഞ്ഞ സമയത്താണ് ഒരു MLA പോലും ഇല്ലായിരുന്ന സമയത്ത് ഇത്രമാത്രം സ്വാധീനം ചെലുത്താനുള്ള ആളുകളായല്ലോ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതിനകത്ത് വിഷയം എന്താ ഞാൻ നോക്കും. ഇപ്പൊ ഞാൻ ഈ അരമണിക്കൂറോളം നമ്മുടെ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറയുന്ന ശ്രീ നിയാസ്, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്ന്. കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത് ആ പാർട്ടിക്കകത്ത് ഇത്തരം വിഷയങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ അദ്ദേഹം പറയുന്നത് ആദ്യം അദ്ദേഹം ഈ പറഞ്ഞ ശേഷാദ്രിനാഥൻ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, പിന്നെ BJP അനുകൂലി. എനിക്കറിയില്ല കേട്ടോ, ഇങ്ങനെ ഒരു BJP അനുകൂലി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി BJP അനുകൂലികൾ ആരെങ്കിലും എവിടെയെങ്കിലും കയറിയിട്ട് ആയിക്കോട്ടെ, ഞങ്ങൾക്കൊരു സന്തോഷമുള്ളൂ, ഒരു സംശയവും വേണ്ട. പക്ഷെ ഞങ്ങൾക്കറിയാത്ത കാര്യം ഇദ്ദേഹമൊക്കെ ഇങ്ങനെ ഒരു ഒരു ഔപചാരികമായിട്ടൊക്കെ പറയുന്നത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരുടെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസമാണോ, അതല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ശേഷാദ്രിനാഥനുമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് എനിക്കറിയില്ല. കാരണം നോക്കൂ, ഇവിടെ എങ്ങനെയാണ് ഇദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് ക്യാബിനറ്റ് ഇരുന്ന്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് ഇരുന്ന്, ഇവിടെയുള്ള മന്ത്രിമാർ മൊത്തം കൂടിയിരുന്ന് വകുപ്പ് മന്ത്രി KM ഷാജി ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം പറഞ്ഞിട്ടല്ലേ? അപ്പൊ കേരളത്തിലെ UDF സംവിധാനം മുഴുവനായിട്ട് അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് തീരുമാനിച്ചൊരു കാര്യം. ഇപ്പൊ KM ഷാജിയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരികയും ചെയ്തു. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം ഈ BJP ബന്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോപിക്കുന്ന കാര്യം എന്താണ്? ഇതിനകത്ത് മഞ്ജുഷ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ കുറച്ച് നാളായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സംഘപരിവാർ ബന്ധം, RSS ബന്ധം, BJP ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അത് മുസ്ലിം ലീഗ് ആയാലും LDF ആയാലും UDF ആയാലും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നടക്കില്ല. ഞാനൊരു കാര്യം പറയാണ്, സംഘപരിവാർ ഭരിക്കുന്ന രാജ്യമാണ്. സംഘപരിവാറിന്റെ RSS പ്രചാരകനായിരുന്ന നിലവിലെ BJP കാരനായിട്ടുള്ള നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യമാണിത്. ഈ രാജ്യത്തിന് 80% വരുന്ന ഭൂപ്രദേശവും 80% വരുന്ന ജനങ്ങളും തെരഞ്ഞെടുത്തിട്ടുള്ള BJP എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സംഘപരിവാർ ബന്ധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നറേറ്റീവ് നിങ്ങൾ സൃഷ്ടിക്കുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഏതെങ്കിലും MG യൂണിവേഴ്സിറ്റിയിലെ VC സംഘപരിവാർ ബന്ധം, കേരള യൂണിവേഴ്സിറ്റിയിലെ VC സംഘപരിവാർ ബന്ധം വെച്ചാൽ ഒരു കാര്യം ഞാൻ തെളിച്ചു പറയുകയാണ്, സംഘപരിവാർ ബന്ധമുള്ളവർ ഇനിയും വരും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കേരളത്തിലല്ല, ഈ രാജ്യത്ത് മുഴുവൻ സംഘപരിവാർ ബന്ധമുള്ള ആളുകൾ ഇനിയും പലയിടങ്ങളിലും വരിക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ ഞങ്ങളുടെ ഐഡിയോളജിയായിട്ട് ബന്ധമുള്ളവർ വരിക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു സംശയം വേണ്ട. ശ്രീ PM നിയാസ്, ഇത് BJPക്കും സംഘപരിവാറിനും അടിക്കുവാനുള്ള വടി താങ്കൾ ഇട്ടുകൊടുത്തിരിക്കുകയാണ് നിയാസ്. ശ്യാംരാജിന് ഇത്രയും കാര്യങ്ങൾ പറയുവാനുള്ള ആർജവം ഇവിടെ കിട്ടിയത്, അല്ലെങ്കിൽ ഇത്രയും ഉള്ള അദ്ദേഹത്തിന് ആ സന്തോഷം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ, ആ വടി താങ്കളാണ് ഇട്ടുകൊടുത്തത്.